بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വാർഷിക പരീക്ഷയിൽ ഫിഖ്ഹിന്റെ വിഷയത്തിൽ വന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് ആ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നാണ്. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കറാഹത്താണ്, തൊഹൂറായിരിക്കണം, 9, 4, ഹറാമാണ്, പിന്തുടർന്നവൻ. താഴെ 6 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് യോജിച്ച കാര്യങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തേത് ജുമുഅ ഖുതുബയുടെ ഷർത്തുകൾ. 9 എന്ന് ബ്രാക്കറ്റിലുണ്ട്, അതാണ് അതിൻ്റെ നേരെ എഴുതേണ്ടത്. രണ്ടാമത്തെ ചോദ്യം നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകൾ. 4 എന്നുണ്ട്, അതാണ് അതിൻ്റെ നേരെ എഴുതി കൊടുക്കേണ്ടത്. മൂന്നാമത്തേത് നജസുകളെ നീക്കാനുള്ള വെള്ളം തൊഹൂറായിരിക്കണം എന്നാണ് അവിടെ എഴുതേണ്ടത്. നാലാമത്തെ ചോദ്യം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ വിസർജനം കറാഹത്താണ്. അഞ്ചാമത്തേത് എല്ലിന്മേൽ വിസർജനം ബ്രാക്കറ്റിൽ ഹറാമാണ് എന്നുണ്ട്, അതാണ് അവിടെ എഴുതേണ്ടത്. ആറാമത്തെ കാര്യം മസ്ബൂക്ക്. മസ്ബൂക്ക് എന്നാൽ പിന്തുടർന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതിനോട് യോജിച്ചത് പിന്തുടർന്നവൻ എന്നാണ്. രണ്ടാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നാണ്. ഇവിടെ 5 ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ ശരിയായ രൂപത്തിൽ ഉത്തരങ്ങൾ എഴുതുക. ഒന്നാമത്തേത് ഏറ്റവും ചുരുങ്ങിയ ജമാഅത്ത്. ഒരു ഇമാമും ഒരു മഅ്മൂമും ചേർന്ന് നിസ്കരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം വിത്ർ നിസ്കാരത്തിൻ്റെ സമയം. ഇശാ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. മൂന്നാമത്തേത് റവാത്തിബ് നിസ്കാരങ്ങളുടെ റക്അത്തുകളുടെ എണ്ണം 22 എന്നാണ് എഴുതേണ്ടത്. 4 അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. സമയത്തിൻ്റെ ആദ്യത്തിൽ നിസ്കരിക്കൽ ആണ്, അങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. അഞ്ചാമത്തെ ചോദ്യം ജുമാ നിർവഹിക്കേണ്ട സമയം. ളുഹറിന്റെ സമയത്ത്, ഇങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. മൂന്നാമത്തെ പ്രവർത്തനം 3 എണ്ണത്തിന് 2 വീതം എഴുതാം. ഇവിടെ 4 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് 2 വീതം ഉദാഹരണങ്ങൾ, ഉത്തരങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം ജുമുഅയുടെ പ്രത്യേകമായ ഷർത്തുകൾ. അതിൽ 6 ഷർത്തുകളുണ്ട്. ഒന്നാമത്തേത് ഒന്നാമത്തെ റക്അത്ത് ജമാഅത്തായി തന്നെ നടക്കുക. 2 ജുമുഅക്ക് അർഹരായ 40 ആളുകളെ കൊണ്ടായിരിക്കുക. 3 മഹല്ലിന്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്തായിരിക്കുക. 4 ളുഹറിന്റെ സമയത്താവുക. 5
2 ഖുതുബയുടെ ശേഷമായിരിക്കുക. 6 ആ മഹല്ലിൽ മറ്റൊരു ശരിയായ ജുമുഅ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് മുൻകടക്കുകയോ ഒപ്പമാവുകയോ ചെയ്യാതിരിക്കുക. ഇത് ഏതെങ്കിലും 2 എണ്ണമാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഖുതുബയുടെ ഫർളുകൾ, അതിൽ നിന്നും 2 എണ്ണം എഴുതണം. അള്ളാഹുവിനെ സ്തുതിക്കുക. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പേര് വെളിവാക്കിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലുക. 3 തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക. 4 രണ്ടിലൊരു ഖുതുബയിൽ അർത്ഥപൂർണമായ ഒരു ആയത്ത് ഓതുക. 5 രണ്ടാം ഖുതുബയിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 2 എണ്ണം എഴുതിയാൽ മതി. മൂന്നാമത്തെ ചോദ്യം, മയ്യത്ത് നിസ്കാരത്തിന്റെ ഷർത്തുകൾ. 1 മയ്യത്തിന് ശുദ്ധി ഉണ്ടായിരിക്കുക. 2 ഹാദറായ മയ്യത്തിനേക്കാൾ നിസ്കരിക്കുന്നവൻ മുൻകടക്കാതിരിക്കുക. 4ാമത്തെ പ്രവർത്തനം, ഉത്തരം എഴുതാം എന്നാണ്. 4 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1ാമത്തെ ചോദ്യം, അബആദ് സുന്നത്തുകളിൽ 1 നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണം? ഉത്തരം സഹവിന്റെ സുജൂദ് ചെയ്യണം. 2 നിസ്കാരം തഹരീമിന്റെ കറാഹത്തില്ലാത്ത സ്ഥലം ഏതാണ്? മക്കയിലെ ഹറമിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ. 3 നിസ്കാരത്തിൽ തുടരൽ കറാഹത്താണ് ആരോടെല്ലാം? ഉത്തരം ഫാസിഖിനോടും മുബ്തദിഇനോടും. 4ാമത്തെ ചോദ്യം, വിത്തറിൽ അവസാന 3 റക്അത്തുകളിൽ ഓതേണ്ടുന്ന സൂറത്തുകൾ ഏതെല്ലാം? സൂറത്തുൽ അഅല, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദതൈനി. ഈ സൂറത്തുകളാണ് ഓതേണ്ടത്. 5ാമത്തെ പ്രവർത്തനം, തെറ്റ് ശരിയാക്കി ഉത്തരം എഴുതാം. ഇവിടെ 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ അതൊക്കെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ശരിയാക്കിയിട്ട് അതിന് താഴെ ഒഴിവുള്ള സ്ഥലത്ത് എഴുതുക. 1ാമത്തേത്, വുളൂഇന്റെ നിയ്യത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വുളൂ ലഭിക്കുകയില്ല. അപ്പോൾ അത് തെറ്റായിട്ടാണുള്ളത്. ശരിയായ രൂപത്തിൽ എഴുതേണ്ടത് വുളൂഇന്റെ നിയ്യത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വുളൂ ലഭിക്കുന്നതാണ്. അങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. 2 അദാ ആയ 5 വഖ്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ ശക്തിയായ കറാഹത്താണ് എന്നാണ് ഇവിടെ ഉള്ളത്. അത് തെറ്റാണ്. ശരിയാക്കി എഴുതണം. ശരിയായി എഴുതേണ്ട രൂപം, അദാ ആയ 5 വഖ്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ ശക്തിയായ സുന്നത്താണ് എന്നാണ് എഴുതേണ്ടത്. 3 അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി വഖത്തായായ കുല്ലഹ എന്നാണ്. അവിടെ തെറ്റാണ്. വഖത്തായായ എന്ന് തെറ്റാണ്. അപ്പോൾ ശരിയായ രൂപത്തിൽ എഴുതേണ്ടത് അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി വഖത്തായായ കുല്ലഹ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. 6ാമത്തെ പ്രവർത്തനം, ക്രമത്തിലാക്കാം എന്നാണ്. ഇവിടെ കുറച്ച് അറബിയിലുള്ള വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വലാ തഫ്തിന്നാ ബഅദഹു അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വഗ്ഫിർ ലനാ വലഹു.
ഇത് ഓർഡർ തെറ്റിയിട്ടാണ് ഉള്ളത്. അത് ശരിക്ക് ക്രമത്തിലായി എഴുതി കൊടുക്കണം. എഴുതേണ്ടത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്നാണ് എഴുതേണ്ടത്.